الحمد لله الحمد لله العليم الخبير السميع البصير أحاط بكل شيء علما وأحصى كل شيء عددا لا إله إلا هو إليه المصير أحمد ربي وأشكره وأتوب إليه وأستغفره وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحابه ومن اهتدى بهداهم إلى يوم الدين فاتقوا الله عباد الله خير الوصية في كل وقت وفي كل حال اتق الله حيثما كنت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും രാജാതിരാജനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പടച്ചവന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, സ്വഹാബികൾ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ ഒരു സംസാരത്തിന്റെ തുടർച്ചയിൽ തന്നെ ചില കാര്യങ്ങൾ ഈ ഖുതുബയിലും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈമാനും ഇത്വാഅത്തും ഇത്തിബാഉം ഇല്ലാത്ത കേവല സ്നേഹം അത് നമുക്ക് പ്രയോജനം ചെയ്യില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസം, ഇത്വാഅത്ത് അനുസരണം, ഇത്തിബാ പ്രവാചകനെ പിൻപറ്റൽ, ഇത് മൂന്നും ചേരുമ്പോഴാണ് നമ്മുടെ പ്രവാചക സ്നേഹം പരിപൂർണമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അബൂ ത്വാലിബ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. നമ്മേക്കാൾ വൈകാരികതയുള്ള സ്നേഹമായിരുന്നു അബൂ ത്വാലിബിന് പ്രവാചകനോട് ഉണ്ടായിരുന്നത്. എന്താ അതിന്റെ തെളിവ്? മക്കക്കാരുടെ പ്രമുഖരായ നേതാക്കന്മാരുടെ എതിർപ്പുകളെ വകവെക്കാതെ അബൂ ത്വാലിബ് പ്രവാചകന് സംരക്ഷണം നൽകി. പ്രവാചകനോടൊപ്പം മക്കക്കാരുടെ ബഹിഷ്കരണം അബൂ ത്വാലിബ് ഏറ്റുവാങ്ങി. പ്രവാചകനെയും കുടുംബത്തെയും ഉപരോധിച്ച സന്ദർഭത്തിൽ, ബഹിഷ്കരിച്ച സന്ദർഭത്തിൽ
പ്രവാചകനോടൊപ്പം അബൂ താലിബും ഉണ്ടായിരുന്നു. ചില ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അബൂ താലിബിന്റെ മരണകാരണം പോലും ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു എന്ന്. അപ്പൊ ഇത്രമേൽ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു അബൂ താലിബ്. എന്നാൽ ആ സ്നേഹം അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടില്ല എന്നതാണ്. എന്തുകൊണ്ട് ഇത്ര അടുപ്പത്തിൽ, ഇത്ര വൈകാരികമായി അബൂ ത്വാലിബ് പ്രവാചകനെ സ്നേഹിച്ചിട്ടും ശത്രുക്കളിൽ നിന്ന് ആ പ്രവാചകന്റെ ശരീരത്തെ സംരക്ഷിച്ചിട്ടും അബൂ ത്വാലിബിന് എന്തുകൊണ്ട് ആ പ്രവാചക സ്നേഹം പ്രയോജനപ്പെട്ടില്ല എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം മുകളിൽ പറഞ്ഞ ഈമാന്, ഇത്വാഅത്ത്, ഇത്തിബാ, ഈ മൂന്ന് കാര്യങ്ങളും അബൂ ത്വാലിബിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പ്രവാചക സ്നേഹം അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്തില്ല. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവാചക സ്നേഹം ആദർശപരമായിരിക്കണം, കേവലം വൈകാരികമായിരിക്കരുത്. വൈകാരിക സ്നേഹത്തെ ശരിയായ ദിശയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചുവിട്ട സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരിക്കൽ നമസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ യൗമൻ ഫജഅല അസ്ഹാബുഹു യതമസ്സഹൂന ബിവളുഇഹി. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ സ്വഹാബികൾ വന്നിട്ട് പ്രവാചകൻ വുളു ചെയ്ത വെള്ളത്തിൽ തൊട്ട് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ തടവുകയാണ്. ഇന്ന് നമുക്കറിയാം ആ കോലത്തിലുള്ള പ്രവാചക സ്നേഹമൊക്കെയുണ്ട്. പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞ് അത് മുക്കിയ വെള്ളവും അതിലിട്ട മറ്റു സംഗതികളൊക്കെ കഴിച്ചാൽ, കുടിച്ചാൽ, തേച്ചാൽ അതൊക്കെ പ്രവാചക സ്നേഹമാകും എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ റസൂൽ എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തതിന്റെ ബാക്കി വെള്ളത്തിൽ തൊട്ടിട്ട് സ്വഹാബികൾ ആ വെള്ളം സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ തടവുകയാണ്. ഇത് കണ്ടപ്പോ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, മാ യഹ്മിലുക്കും അലാ ഹാദാ, എന്താ നിങ്ങൾ ചെയ്യണത്? ഇങ്ങനെ ചെയ്യാൻ എന്താണ് നിങ്ങൾക്കുള്ള പ്രേരണ? ഖാലു, അപ്പൊ സഹാബികൾ പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് ഇങ്ങനെ ഞങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിക്കല, നിങ്ങൾ ചെയ്തത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയല്ല ചെയ്തത്. അവിടെ തിരുത്താണ്. ഞാൻ ഉപയോഗിച്ചതിന്റെ ബാക്കി വെള്ളത്തിൽ തൊട്ട് ശരീരത്തിൽ തേക്കലോ, എന്റെ മുടിയെടുത്ത് വെള്ളത്തിലിട്ട് അത് കുടിക്കലോ, അതൊന്നും അല്ല പ്രവാചക സ്നേഹം. റസൂല് തിരുത്തി. എങ്ങനെ തിരുത്തിയത്? റസൂൽ അവരോട് പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവും ഈ റസൂലും നിങ്ങളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അള്ളാഹുവിനോടുള്ള സ്നേഹവും പ്രവാചകനോടുള്ള സ്നേഹവും ആത്മാർത്ഥമാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായി കുറച്ച് കാര്യം പഠിപ്പിക്കാൻ. ദൈനംദിന ജീവിതത്തിൽ പ്രവാചകന്റെ പാഠങ്ങൾ ഉണ്ടാകണമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നൊരു ഉദാഹരണത്തിന് 3 കാര്യങ്ങൾ റസൂൽ അവിടെ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യമേ പറയാവൂ. രണ്ടാമത് പറഞ്ഞു, വൽ യുഅദ്ദി അമാനതഹു ഇദാ ഉതുമിന, അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കണം. വിശ്വാസ വഞ്ചന കാണിക്കരുത്, ആരെയും പറ്റിക്കരുത്, ആരെയും ചതിക്കരുത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, വൽ യുഹ്സിൻ ജിവാറ മൻ ജാവറഹു, അയൽവാസികളോട് മാന്യമായി പെരുമാറുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്യാൻ എടുത്ത വെള്ളത്തിൽ തൊട്ടിട്ട് സ്വഹാബികൾ അത് ശരീരത്തിൽ ഇങ്ങനെ തടവുമ്പം ഇത് എന്തിനാന്ന് ചോദിച്ചു. അത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യാണ്. അപ്പൊ അവിടെ തിരുത്താൻ, ആ ഒരു വൈകാരിക സ്നേഹത്തെ റസൂൽ തിരുത്തിയിട്ട്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം സംസാരിക്കുമ്പോ സത്യം പറയുന്നുണ്ടോ, ആളുകളോട് നിങ്ങൾ മാന്യമായി പെരുമാറുന്നുണ്ടോ, നിങ്ങൾ ആളുകളെ വഞ്ചിക്കുന്നുണ്ടോ, പറ്റിക്കുന്നുണ്ടോ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പ്രവാചക സ്നേഹത്തെ അളക്കേണ്ടത്. നിങ്ങൾ അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തവരാണ്. സംസാരിക്കുമ്പോൾ നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രവാചക സ്നേഹമില്ല. വിശ്വാസവഞ്ചന കാണിക്കുന്നവരാണെങ്കിൽ, ആളുകളെ പറ്റിക്കുന്നവരും ചതിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് പ്രവാചക സ്നേഹമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലമായ കാട്ടിക്കൂട്ടലുകളല്ല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് പെരുമാറ്റ മര്യാദകളുണ്ട്, ജീവിത രീതികളുണ്ട്. ആ ജീവിത രീതികളെ ഇത്തിബാ ചെയ്യുമ്പോഴാണ്, അതിനെ ഇത്വാഅത്ത് ചെയ്യുമ്പോഴാണ്, അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുക. സൂറ ആൽ-ഇംറാനിലെ 31-ാമത്തെ വചനം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയുക എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇത്തിബാ ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹിനോടും ഇഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പൊ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടാനുള്ള ഒരു മാനദണ്ഡം എന്താണ്? നമ്മൾ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നതാണ്. പ്രവാചക സ്നേഹം ഖൗലിയായും ഉണ്ട്, അമലിയായും ഉണ്ട്. ഖൗലിയായ സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകനെ കുറിച്ചുള്ള മദ്ഹ് പറയലാണ്, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. പക്ഷെ ആ സ്വലാത്തും ബൈത്തും ഒക്കെ ഇപ്പോൾ എവിടെ എത്തി എന്നത് നമുക്കാണ്. ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ അത് പറയുന്നുണ്ട്. ഇപ്പൊ കേവലമായ നാവുകൊണ്ടുള്ള പറച്ചിലിൽ അവസാനിപ്പിക്കാതെ അമലിയായി പ്രവർത്തന വഴിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുമ്പോഴാണ്, ഇതാഅത്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രവാചക സ്നേഹം പരിപൂർണമായി തീരുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആൽ-ഇംറാനിലെ 32-ാമത്തെ വചനം, ഖുൽ അത്തിഉല്ലാഹ വ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇതാഅത്ത് അനുസരിക്കുക. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിങ്ങൾ ഈ അനുസരണത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിങ്ങൾ അറിയണം, സത്യനിഷേധികളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആരാ കാഫിർ? ഇത് ഏതോ ജാതി സമൂഹത്തിന്റെ പേരല്ല കാഫിർ. നമ്മളിൽപ്പെട്ട, ഈ കൗമിൽപ്പെട്ട, ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് തന്നെയാണ് കാഫിർ എന്ന് പ്രയോഗിക്കുന്നത്. റസൂലിന്റെ ഇത്വാഅത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ആള്, റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താതെ ഇരിക്കുന്ന ആൾ, ഇങ്ങനെയുള്ള കാഫിറിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അത്തിഉല്ലാഹ വ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക. ഫഇൻ തവല്ലൗ, ഈ അനുസരണത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞാലോ, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇങ്ങനെ ഇത്വാഅത്തില്ലാത്ത, പ്രവാചകനെ അനുസരിക്കാത്ത കാഫിർ എന്നാ പ്രയോഗം. പ്രവാചകനെ അനുസരിക്കാത്ത കാഫിർ. അതുകൊണ്ട് അത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ അമലിയായി, കർമ്മപരമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമ്മുടെ പ്രവാചക സ്നേഹം ആത്മാർത്ഥതയുള്ളതായി തീരുക. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇന്ന് പ്രവാചക സ്നേഹം മാത്രല്ല, വലിയ വലിയുകളെ സങ്കല്പിച്ചിട്ട്
കറാമത്ത് കഥകൾ ഉണ്ടാക്കിയിട്ട് പടച്ചോനേക്കാൾ വലുതാകുകയാണ് പ്രവാചകൻ. പടച്ചോനേക്കാൾ വലുതാവുകയാണ് ചില വലികൾ. ചില വലികൾ പറക്കുന്ന വിമാനത്തെ പിടിച്ചു നിർത്തുന്നു. ചില വലികൾ ഓടുന്ന ട്രെയിനിനെ പിടിച്ചു നിർത്തുന്നു. ഇങ്ങനെ മാജിക് കാണിക്കുന്ന കുറെ വലിയകളുടെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ പ്രപഞ്ചം തന്നെ ഈ വലിയന്റെ അധീനതയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അതിനെ തിരുത്തിയത്, ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ, നിങ്ങളൊരു മനുഷ്യൻ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ നടക്കുന്നത് കാണുകയാണ്. വയതീറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ പറക്കുകയാണ്. ഫലാ തഅതറു ബിഹി, അതൊന്നും കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവരുത്. ആ ഒരു വലിയ ശക്തിയുള്ള ആളോ നിങ്ങൾ വഞ്ചിതരാവണ്ട. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്നഹ്, അയാളെ ജീവിതത്തിലേക്ക് നോക്ക്. ആ ജീവിതത്തിൽ കിതാബും സുന്നത്തുണ്ടോ എന്ന് നോക്കിയിട്ട് അയാൾ മഹാനാണോ നിങ്ങൾ പറയേണ്ടതുള്ളൂ. എന്തെങ്കിലും അത്ഭുതം കാണിച്ചിട്ട് എന്തെങ്കിലും മാജിക് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ നിങ്ങൾ മഹാനാക്കാൻ ഇരിക്കേണ്ടതില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഷറായിരുന്നു പ്രവാചകൻ, റജുലായിരുന്നു പ്രവാചകൻ, അബ്ദായിരുന്നു പ്രവാചകൻ. ഈ മൂന്ന് പ്രയോഗം ഖുർആനിൻ്റെതാണ്. പ്രവാചകൻ അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന ആളായിരുന്നില്ല. പ്രവാചകൻ ദിവ്യത്വമുള്ള ആളായിരുന്നില്ല. ഇപ്പം മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. മാലിഹാദ റസൂൽ, ഇതെന്ത് നബിയാണ്, ഇതെന്ത് റസൂലാണ്, സാധാരണ ജനങ്ങളെ കൂടെ നടക്കുന്നു, സാധാരണ ജനങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെ ഉണ്ടോ ഒരാള്. അപ്പൊ അവരുടെ ഒരു പൗരോഹിത്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത എവിടെയോ ജീവിക്കുന്ന പ്രത്യേക ഹാവഭാവത്തിൽ ജീവിക്കുന്ന ഒരാള്. റസൂൽ അങ്ങനെ ആയിരുന്നില്ല. റസൂല് സാധാരണ മനുഷ്യന്മാരൊപ്പം ഭക്ഷണം കഴിച്ച് ഉണ്ടു ഉറങ്ങി ജീവിക്കുന്ന, കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ്. ഒരു ദിവ്യത്വവും ഉണ്ടായിരുന്നില്ല. അതിന് ഖുർആൻ മൂന്ന് പ്രയോഗം. റസൂല് അബ്ദായിരുന്നു, അടിമയായിരുന്നു. റസൂല് ബഷർ എന്ന് പറഞ്ഞാൽ ജൈവിക മനുഷ്യനായിരുന്നു. എന്നാൽ ആ പ്രവാചകനെ ഇന്ന് പാടിപ്പുകഴ്ത്തി, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പാടിപ്പുകഴ്ത്തി എവിടെ എത്തി എന്ന് ചോദിച്ചാൽ പടച്ചോനേക്കാളും മേലെ ചിലപ്പോ നിർത്താറുണ്ട്. സൂറ അൽ കഹ്ഫ് നമുക്കറിയാം. സൂറ കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ 110-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? കുൽ, നബിയെ നിങ്ങൾ പറഞ്ഞോ, ഇന്നമാ അന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. പ്രത്യേകത എന്താ? യുഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നു. അത് മാറ്റിവെച്ചാൽ, എനിക്ക് വഹി ലഭിക്കുന്നു എന്നത് മാറ്റിവെച്ചാൽ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ചിരിക്കുന്ന, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, നിങ്ങളെപ്പോലെ കരയുന്ന, നിങ്ങളെപ്പോലെ സങ്കടമുള്ള, നിങ്ങളെപ്പോലെ കുടുംബമായി ജീവിക്കുന്ന ഇങ്ങനെ ഒരു ജൈവിക മനുഷ്യനാണ് ഞാൻ. അതാണ് ഇന്നമ അന ബശറും മിസ്ലുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറൂനി കമാ അതർത്തിൻ നസാറ ബിന മറിയം, നസാറാക്കൾ ഈസാ അലൈഹിസ്സലാമയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഈസാ അലൈഹിസ്സലാമയെ അവർ പുകഴ്ത്തി എന്താക്കി? ദൈവമാക്കി ഉയർത്തുകയാണ് ചെയ്തത്. ഫഖൂലു, എന്നെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, അബ്ദുല്ലാഹി വ റസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാനൊരു അബ്ദാണ്, ഞാൻ റസൂലാണ്. അതിനപ്പുറം എനിക്ക് യാതൊരു ദിവ്യത്വവുമില്ല. ഈസാ അലൈഹിസ്സലാമയുടെ ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തി വഷളാക്കിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ പറയാം. പ്രവാചക സ്നേഹം അതിരുവിട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കൗലിയായി സ്നേഹിക്കണം, വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം. പക്ഷേ എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസമായി കഴിഞ്ഞാൽ പള്ളികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം.
പ്രവാചകനെ കുറിച്ച് പറയാൻ പല മൗലീദുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇർതകബ്തു അലൽ ഖതാ ഗൈറ അസരിൻ വഅദത് ലക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താ അർത്ഥം? അതും മലയാളത്തിൽ ബൈത്തായിട്ടുണ്ട്. അറ്റമില്ലാ തെറ്റുകൾ ചെയ്തു പോയി തങ്ങളെ, അങ്ങയോടൻ വേദന ചൊല്ലിടുന്നു തിങ്കളെ. എന്താ പോയി പറഞ്ഞത്? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് റസൂലെ നിങ്ങളോടാണ് ഞാൻ എൻ്റെ ആവലാതി പറയണത്. അപ്പൊ തെറ്റ് ചെയ്താൽ നമ്മൾ ആരോടാണ് പറയേണ്ടത്? ഖുറാന്റെ പാടെന്താ? പാപങ്ങൾ പൊറുക്കാൻ അല്ലാണ്ട് ആരുണ്ട് എന്നാ. പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളാഹുവാണ് എന്നത് പ്രവാചക പാഠമാണ്, ഖുർആനിന്റെ അധ്യാപനമാണ്. ഈ അധ്യാപനത്തെയാണ് ഇവിടെ വെല്ലുവിളിക്കുന്നത്. പ്രവാചകരോട് തന്നെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കരുത്, എനിക്ക് പാപം പൊറുക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പ്രവാചകരോട് തന്നെ തെറ്റുകൾ ഏറ്റുപറയാണ് ഈ ഉമ്മത്ത്. ഇനിയും നോക്കൂ നിങ്ങൾ. നബിയെ, താങ്കളാണ് വിനാശകരമായ പാപങ്ങൾ പൊറുക്കുന്നവൻ, താങ്കളാണ് ദോഷങ്ങൾ മൂടിവെക്കുന്നവൻ. സലാമുൻ അലൈക യാ മാഹിദ്ദുനൂബി സലാമുൻ അലൈക യാ കാശിഫൽ കുറൂബി. പാപങ്ങൾ മായ്ക്കുന്ന നബിയെ, പാപങ്ങൾ പൊറുത്തു തരുന്ന നബിയെ, അങ്ങക്ക് സലാം. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്തു തരുന്ന റസൂലെ, അങ്ങക്ക് സലാം. പിന്നെ പറയണ എന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്. നമ്മൾ പറഞ്ഞു റസൂല് നേരത്തെ എന്താ പറഞ്ഞത്? ഞാൻ അബ്ദാണ്, ഞാൻ അള്ളാന്റെ ദാസനാണ്. എന്നാൽ ഈ ബൈത്ത് പറയുന്ന ആളെന്താ പറയണത്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്. നബിയെ, താങ്കളുടെ സാധുവായ ഒരു അടിമ. ആര്? ഈ പറയുന്ന ആള്. അപ്പൊ റസൂല് പടച്ചോന്റെ സ്ഥാനത്തായി, റസൂലിന്റെ അടിമയാണ് ഞാൻ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്. നിങ്ങളുടെ സാധുവായ ഈ അടിമ താങ്കളുടെ ഔദാര്യം കാക്ഷിക്കുന്നു. എന്താണ് ഔദാര്യം? നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന റസൂലേ, എന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചില ഉദാഹരണങ്ങൾ മാത്രമാണ്, വേറെയും കുറെ ഉണ്ട്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രകടനത്തിന്റെ പേരിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള, തീർത്തും ശിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് സ്വലാത്തും ബൈത്തുമായി പറഞ്ഞാൽ അതെങ്ങനെയാണ് പ്രവാചക സ്നേഹമായിട്ട് മാറുക? പ്രവാചകനെ പരിഹസിച്ച് സ്വർഗം നേടാൻ നമ്മൾ വിചാരിക്കുകയാണോ? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. ഖാലു, അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ റസൂലേ, വമൻ യഅബാ, ആരാണ് ഈ വിസമ്മതിച്ച കൂട്ടർ? റസൂല് പറയാൻ, മൻ അത്വഅനി ദഖലൽ ജന്ന. എന്നെ അനുസരിച്ചവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. വമൻ അസാനി ഫഖദ് അബാ, എന്റെ അധ്യാപനങ്ങളെ, എന്റെ കൽപ്പനകളെ വിസമ്മതിച്ചവരാണ് നരകത്തിൽ പോകുക. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്ത വെള്ളത്തിന്റെ ബാക്കിയിൽ തൊട്ട് ശരീരത്തിൽ തടവിയ സഹാബികളെ തിരുത്തി, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യലല്ല പ്രവാചക സ്നേഹം, അയൽവാസികളോട് മാന്യമായി പെരുമാറുക, സംസാരിക്കുമ്പോൾ സത്യം പറയുക, ആരെയും പറ്റിക്കാതിരിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും നന്മയുള്ളവരായി തീരുമ്പോഴും ജീവിതത്തിൽ എൻ്റെ അധ്യാപനങ്ങൾ പാലിക്കുമ്പോഴുമാണ് നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി തീരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മളെ പഠിപ്പിക്കാൻ. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം ഒരു ദിവസം തുടങ്ങി ആ ദിവസം അവസാനിക്കുന്നത് വരെ നമ്മുടെ ഇഷ്ടവും പ്രവാചകന്റെ ഇഷ്ടവും ഏറ്റുമുട്ടുമ്പോൾ
ആരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്? എന്റെ സാമ്പത്തിക ജീവിതം എങ്ങനെയാവണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ആ വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ഞാനൊരു വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നതിന് നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. എന്റെ അയൽവാസികളോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളോട് പെരുമാറ്റം, ഇതിനെല്ലാം പ്രവാചകന്റെ പാഠങ്ങളുണ്ട്. ഈ അധ്യാപനങ്ങളോടൊക്കെ മുഖം തിരിച്ചു നിൽക്കുന്ന, ഇത്വാഅത്തും ഇത്തിബാഉമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമുക്കെങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചക സ്നേഹം ജീവിതം കൊണ്ടാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ ഇബിലീസിന്റെ കഥ പറയലുണ്ട്. ഇബിലീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നന്നായി അറിയുന്ന ആളായിരുന്നു. ഇബിലീസിനെ കുറിച്ച് പറയുന്നത് അയാൾ ഒരു കാലത്ത് മുസ്ലിം ആയിരുന്നു. അള്ളാഹുവിനെ നന്നായി അറിയുന്ന ചില തഫ്സീറിലൊക്കെ കാണാം, മലക്കുകൾക്ക് ദർസ് നടത്തിയിരുന്നു എത്ര ഇബിലീസ്. ഇങ്ങനെ അള്ളാഹനെ നന്നായിട്ട് അറിയണ ഇബ്ലീസ് അയാൾ എങ്ങനെ കാഫിറായി പോയത്? ആദം അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചപ്പം ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അള്ളാന്റെ കൽപ്പന ഉണ്ടായി. ഈ ചങ്ങാതി അത് അനുസരിച്ചില്ല. അപ്പൊ അനുസരണക്കേട് ഇയാളെ കുഫറിലെത്തിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അനുസരണക്കേട് ഉണ്ടായാൽ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ നമ്മൾ ധിക്കരിക്കുന്നുവെങ്കിൽ നമ്മൾ കുഫറിൽ ചെന്ന് ചാടുന്നു. അതാണ് ആലുംബ്രാൻ ആയത്ത് ഞാൻ നേരത്തെ ഓതിയത്. ഇത്വാഅത്തില്ലാത്ത കാഫിറുകൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത്വാഅത്തിൽ നിന്ന്, പ്രവാചകാനുസരണത്തിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയാൽ നമ്മൾ കുഫറിലാണ് ചെന്ന് ചാടുക. അതിനാൽ പ്രിയമുള്ളവരെ, ഖൗലിയായും അമലിയായും നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. അങ്ങനെ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി നമ്മൾ മാറുക. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. മരണം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും എവിടെ വെച്ചും നമ്മെ പിടികൂടാവുന്ന ഒന്നാണ്. മരിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിനെയും പ്രവാചകനെയും ഒക്കെ അനുസരിച്ച രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഏത് സമയത്തും മരണം നമ്മെ തേടി വരും. നമുക്കറിയാം, നമ്മുടെ സഹോദരൻ അസീസ്ക ഈ പള്ളിയുടെയൊക്കെ നേതൃത്വത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരുന്നു. പരിവാർ അസീസ്ക എന്ന് പറഞ്ഞാൽ പലർക്കും അറിയും. അദ്ദേഹം അസുഖബാധിതനായി കടന്നു. ഇപ്പൊ നമ്മെ വിട്ട് പോയിരിക്കുകയാണ്. പടച്ച റബ്ബ് അദ്ദേഹം ചെയ്ത സുഹൃതങ്ങൾ മുഴുവനും സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്ത് ജന്നത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹ് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ
അള്ളാഹു ധാരാളമായി ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والكفرة والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم نور قلوبنا بالقرآن. اللهم نظم حياتنا بالإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة.